ഉറുമാമ്പഴം പുഴുങ്ങി തിന്ന ആൾക്കാരാണ്. ഒരു പഴയ പ്രഭാഷണമാണ്, പക്ഷെ അത് കേട്ട് കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും വീണ്ടും കേട്ടിരുന്നു പോകും. നിങ്ങൾ തന്നെ കേട്ടു നോക്കും. അതും 1 കിലോ. അങ്ങനെ കുറെ ഭാഗ്യം കെട്ടി പോരെ പെണ്ണുങ്ങൾക്കറിയില്ല ഇതെന്താ, ഇതെങ്ങനെയാ മുറിക്കേണ്ടത് വരെ തിരിയാതാണ്. ഉറുമാമ്പഴം പുഴുങ്ങി തിന്ന പെണ്ണുങ്ങളുണ്ട്, ഇതെന്താ തിരിയായിട്ട്. അപ്പോ ഇത് മുറിക്കണ്ട എന്താന്ന് തിരിച്ചു. അപ്പോ ഇങ്ങനെ കുറെ വായിക്കൊണ്ട് ചില പെണ്ണുങ്ങൾ ചോദിക്കൂ, ഇത് കണ്ടിട്ട് എന്താ ഇതിന്റെ പേര്, ഇവര് പറയാൻ പറ്റുമോ എനിക്കറിയില്ല. ഇവർ ഉടനെ പറയും അത് ചൈനീസ് സാധനമാണ്, പേര്. പിന്നെ പെണ്ണുങ്ങൾ ചോദിക്കൂല, കാരണം പെണ്ണുങ്ങൾക്ക് പിന്നെ വായിക്കാൻ കിട്ടൂല. അങ്ങനെ ഇതെല്ലാം വെട്ടി മുറിച്ച് നിരത്തിയിട്ട് ഒരു 5 മണിയാകുമ്പോൾ തന്നെ ഡൈനിങ് ടേബിളിന്റെ മേലെ കംപ്ലീറ്റ് നിരത്തും നമ്മള്. എന്നിട്ട് എല്ലാം നിരത്തിയിട്ട് ഇവനിങ്ങനെ ഇതിന്റെ മണവും പിടിച്ച് ഇതിന്റെ തവാഫ് ചെയ്യും. കാബത്ത് പോയവരെ ഇവരിങ്ങനെ തവാഫ് ചെയ്യൂല. എന്നിട്ട് വാച്ചും നോക്കും, ക്ലോക്കും നോക്കും. 7 5 മിനിറ്റ് അധികം, അത് നല്ല ക്ലോക്ക്, കാരണം ബാങ്ക് നേരത്തെ കൊടുക്കും. എന്നിട്ട് ഉച്ചത്തിറങ്ങിയിട്ട് പള്ളിയുടെ ഭാഗത്തേക്ക് നോക്കും. കഴിഞ്ഞ കൊല്ലത്തെ മുക്കിച്ച നേരത്തെ ബാങ്ക് കൊടുത്തിന് ഇയാളെന്ത് 4 പയ്യ, ഇയാളിൽ ഒഴിവാക്കലാന്നല്ലേ. പിന്നെ രണ്ടാമത് തിരിച്ചും കിടക്കേണ്ടി വരും. ഇതിന്റെ അടുത്തുനിന്ന് പോകാൻ തോന്നൂല, ഈ ബെച്ചയുടെ അടുത്ത് നോമ്പോർക്കനെ പറയും. എന്നിട്ട് ഇങ്ങനെ അതിന്റെ അടുത്ത് വെക്കും. പിന്നെ നേരം കൂട്ടാനുള്ള പണി എന്താ അറിയോ, പ്ലേറ്റ് മാറ്റലാണ്. ബസ്ത എടുത്ത് ആപ്പിൾ എടുത്ത് മുന്തിരി എടുത്ത് ഓറഞ്ച് എടുത്ത് അപ്പുറം ജ്യൂസ് എടുത്ത് ഗ്ലാസ് എടുത്ത് ജ്യൂസിൽ ഇങ്ങനെ മാറ്റി നിൽക്കുമ്പോ പള്ളിയിൽ മൈക്കെന്നാക്കാൻ വേണ്ടി മുക്കിച്ചെന്താക്കും മുട്ടും. പള്ളിന്റെ ഭാഗത്തുനിന്ന് മൈക്കിന്റെ ഒച്ച ബിസ്മില്ല എടുത്തടിച്ച് അടിച്ചു നോക്കുമ്പോ 5:45, ബാങ്ക് 6:45. അന്നേരം ഇപ്പൊ എനക്കൊരു കുറ്റമില്ല, മുക്കച്ചാക്ക കുറ്റം. അയാള് മുട്ടേന് കുറ്റം, ഇപ്പൊ കേറ്റിയേന് കുറ്റമില്ല. എന്താ കുതിരത്താ. ഇനി അഥവാ ബാങ്ക് കൊടുത്തോ എന്താ അവസ്ഥ, റെയിൽവേ ഗേറ്റ് തുറന്ന മോഡല. ബസ്സും പോവും, കാറും പോവും, ജീപ്പും പോവും, ലോറിയും പോവും. എന്തെല്ലാം ഓന്റെ മുമ്പ് കണ്ടത് കംപ്ലീറ്റ് അടിച്ച് കയറ്റി കളിയും. അടിച്ച് കയറ്റി ഒന്നും പറയണ്ട, എഴുന്നേറ്റിട്ട് ഇങ്ങനെ നിൽക്കും. ഇനി എന്താ ബാക്കിയില്ലേ നോക്കിയിട്ട്. അപ്പോണ്ട ഉർമാമയത്തിന്റെ മണി അങ്ങ് വെച്ചിട്ട് റഹ്മാനായ റബ്ബേ മറന്നു പോയിട്ട് എന്താ അവസ്ഥ, ഭാര്യ അടിക്കും അത്. എന്നിട്ട് പള്ളിയിലേക്ക് ഒരു പോക്കുണ്ട്, കൂട്ടരെ മെഡിക്കൽ കോളേജിലേക്ക് ആംബുലൻസ് പോകുമ്പോൾ അലാറം അടിച്ചിട്ടാ പോവുക. ഇതാന്ന് പറഞ്ഞ റമദാൻ മാസത്തെ കോല, മനുഷ്യന്മാരെ കോലം പറയാ. പള്ളിയിൽ പോയിട്ട് പള്ളിന്റെ മുറ്റത്തേക്ക് മോന്റെ കുടല 1-ാം സഫിൽ മിമ്പറിന്റെ അടുത്ത് ഇറങ്ങിയിട്ടുണ്ടാവും. എന്നിട്ട് അവസാനം ഒന്നുകൊടുത്ത് പോയിട്ട് നിസ്കരിക്കാൻ കയ്യട്ടാൻ കഴിയില്ല, കാരണം കുടലാടി ഇവർ വീടിയുണ്ട്. എന്നിട്ടൊരു കയ്യട്ടലുണ്ട് റഹ്മാനെ. മഗ്രിബ് നിസ്കാരത്തിന് സുജൂദ് പോക്കുണ്ട്, ഇടത്തെ മുട്ടുകുത്തി ബലത്തെ മുട്ടുകുത്തി ഒരു ബീകല മുസല്ലയിൽ അങ്ങ് ബീകുമ്പുണ്ടാവും. ഈ അവസാനം തിന്ന ഉർമാമ്പഴത്തിന്റെ പണി റിട്ടേൺ അടിച്ചാൽ ഈ സെലവിലേക്ക് ഇവ കാണും മുസല്ലയിൽ ഉരുണ്ട് പോകുന്നത്. ഇവൻ വിടൂലട്ടാ, കിലോന് 120 ഉറുപ്പ്യ വിട്ടാ മോശമല്ലേ, പൊരുക്കി അടിച്ചാൽ. എന്നിട്ട് പോകും പള്ളിയിലേക്ക്. ഇന്ന് പുരയിലേക്ക് പോയി. പുരയിൽ പോകും പെണ്ണുങ്ങൾ പത്തിരിയും കൊയ്യാക്കില്ല, അതും കയറ്റും. കടൽക്കരക്ക് വെള്ളം വെച്ച പോലെ പോകുന്ന സ്ഥലം കാണൂല, അതും കയറ്റിട്ട് ഇഷാവിൽ തറാവിയൊക്കെ ഒരു പോക്കുണ്ട്. നാട്ടുകാർ പറയുന്നോണ്ട് പോകുന്നതെന്ന് ഇല്ലെങ്കിൽ തറാവിക്ക് പോകുമ്പോയില്ല. തറാവിയൊക്കെ പോയാൽ നിങ്ങൾ ചിന്തിച്ചോ, ചില ആൾക്ക് പള്ളിന്റെ ഉള്ളിൽ പ്രത്യേക 1 മാസത്തേക്ക് വഖഫ് ചെയ്ത ചില സ്ഥലമുണ്ട്. ബുക്കഡ് എന്ന് എഴുതി വെച്ചിട്ടുണ്ടാവും, ബെരലോണ്ട് ഇങ്ങനെ ചൊറിഞ്ഞിട്ട് തൂണ്ട മണ്ട ജനലിന്റെ സൈഡ്. കാരണം നേരാൻ പണമെങ്കിൽ നിൽക്കാൻ ഇങ്ങനെ നിൽക്കണം. ഇതാ അവന്റെ നിസ്കാരം. എന്നിട്ടോ അവസാനം എല്ലാം കൂടെ നിസ്കരിച്ച് ചിലപ്പോ ഉണ്ടല്ലോ സുജൂദിലേക്കെല്ലാം പോയിട്ട് അപ്പൊ കരണ്ട് പോയി ഇവന് എണീക്കൂല, ഒറ്റ ഇരുത്തിരിക്കുവാണ്. അപ്പൊ അടുത്തുള്ള നോക്കൂ, ഒരുത്തനുണ്ടായി ഇവന് എവിടെയാ പോയത്. രാവിലെ വെറും പട്ടിണി മാത്രമാണ്, ആ നോമ്പോണ്ട് ഒരു ഗുണം ഉണ്ടാവില്ല.